അതെ, ഈ കർക്കിടകത്തിൽ നമുക്ക് സിമ്പിളായിട്ടേ ഒരു എള്ളുണ്ട ഉണ്ടാക്കിയാലോ. അതെ, ഇപ്പോൾ എള്ള് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. നിറച്ചഴുക്കായിരുന്നു. നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടി അരിപ്പയിലാക്കി വെച്ചേക്കണേ. പിന്നെ എടുത്തേക്കുന്നത് കടലപ്പരിപ്പ്, ശർക്കര, നെയ്യ്. ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും എള്ള് നന്നായിട്ടൊന്ന് വറുക്കുക. വറുത്ത് മാറ്റി കഴിയുമ്പോഴേക്കും ആ പാനിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരാം. എന്നിട്ട് പിന്നെ ശർക്കര നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് വിളയിപ്പിക്കുക. അതായത് നൂൽ പരുവാകുമ്പോഴേക്കും നമുക്ക് ഈ എള്ള് ഇതിലോട്ട് ഇടാം. എള്ളൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ പരിപ്പും കൂടി ഇതിലോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ഒഴിക്കുമ്പോഴത്തേന് ഇതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറും. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ദേ ഈ ഒരു പരുവാകുമ്പോഴേക്കും കണ്ട ശർക്കര ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് തന്നെ പരുവാകുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് നെയ്യ് തടവിയിട്ട് ഇത് നമുക്ക് അതിലോട്ടിടാം. എന്നിട്ട് പതിയെ നിരത്തി പരത്തിയൊക്കെ അങ്ങോട്ട് വെക്കുക. ഇനി പതിയെ ഒന്ന് ചൂടാറണം, ഫുള്ള് ചൂട് പോകരുത്. നമുക്ക് കയ്യിലെടുക്കാൻ പരുവാകുമ്പോഴേക്കും ഒന്ന് ബോൾസായിട്ട് എടുക്കാം. അപ്പോൾ ദേ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയേട്ടാ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ്, പക്ഷേ എന്നാലും സക്സസ് ആയി. അപ്പോൾ എനിക്ക് ഇത്ര എള്ളുണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ ഇത് കഴിക്കണം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ.